നമസ്കാരം, ഞാൻ ശ്രീകുട്ടി ശ്രീകുമാർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC, പ്രസിഡന്റ് ബൈ NCDC. വിട്ടുവീഴ്ചയില്ലാത്ത വിമർശനം. ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാനെ കടന്നാക്രമിച്ച് നരേന്ദ്രമോദി. ഏഷ്യയിൽ ഭീകരവാദം കയറ്റുമതി ചെയ്യുന്നത് ഒരേ ഒരു രാജ്യം. തീവ്രവാദം മനുഷ്യത്വത്തിന്റെ ശത്രു. ഭീകരവാദികളുടെ പ്രസംഗം വായിക്കുന്ന പാക് നേതാക്കളോട് തനിക്കൊന്നും പറയാനില്ലെന്നും പ്രധാനമന്ത്രി. താൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് പാക് ജനതയോട്. കശ്മീരിന്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പാകിസ്ഥാൻ വഞ്ചിക്കുന്നു. അവർ യുദ്ധം ചെയ്യട്ടെ. ഭീകരതയ്ക്കെതിരെ നമുക്ക് ഒന്നിക്കാം. ദാരിദ്ര്യത്തിനെതിരെ പോരാടാമെന്നും പാക് ജനങ്ങളോട് മോദിയുടെ ആഹ്വാനം. അശാന്തിയുടെ രാഷ്ട്രീയം വിതയ്ക്കുന്ന ഭീകരവാദത്തിന് മുന്നിൽ ഇന്ത്യ മുട്ടുമടക്കില്ല. അതിർത്തിയിൽ രാജ്യത്തിനു വേണ്ടി സൈനികർ ജീവത്യാഗം ചെയ്തത് വെറുതെ ആകില്ലെന്നും BJP പൊതുസമ്മേളനത്തിൽ മോദിയുടെ പ്രസംഗം. പൊറുക്കില്ലെന്ന് പ്രധാനമന്ത്രി. ഉറി ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന് ശക്തമായ മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി. കശ്മീരിൽ സംഭവിച്ചത് രാജ്യം ഒരിക്കലും മറക്കില്ല. തീവ്രവാദികൾക്ക് ഉചിതമായ സമയത്ത് തിരിച്ചടി നൽകും. ഭീകരവാദത്തിനു മുന്നിൽ ഇന്ത്യ ഒരിക്കലും മുട്ടുമടക്കില്ലെന്നും മോദി. കഴിഞ്ഞ മാസങ്ങളിലായി അതിർത്തിയിൽ നടന്നത് 17 നുഴഞ്ഞുകയറ്റ ശ്രമം. രാജ്യത്ത് അശാന്തി വിതയ്ക്കാൻ ശ്രമിച്ച 110 ഭീകരരെ ഇന്ത്യൻ സൈന്യം കാലപുരിക്കയച്ചു. ശത്രുരാജ്യത്തിന്റെ ഇത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ സൈനികർക്കായെന്നും പ്രധാനമന്ത്രി. ലഹരിയായി മോദി. BJP ദേശീയ സമ്മേളനത്തിൽ ആവേശം പകർന്ന് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന പൊതുസമ്മേളനത്തിൽ ജനങ്ങളെ മോദി അഭിസംബോധന ചെയ്തത് മലയാളത്തിൽ. കേരളീയരുടെ കർമ്മശേഷിക്ക് പ്രധാനമന്ത്രിയുടെ പ്രശംസ. ജനസംഘത്തിൽ നിന്ന് 50 കൊല്ലം കൊണ്ട് BJP നേടിയത് അത്ഭുതകരമായ വളർച്ച. ജനങ്ങൾ തിരഞ്ഞെടുത്ത BJP സർക്കാർ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ളത്. ഇതിന് പിന്നിൽ മഹാത്മാഗാന്ധിയുടെയും ദീൻദയാൽ ഉപാധ്യായുടെയും ചിന്തകളും സംഭാവനകളുമെന്ന് മോദി. ദേശീയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നാളെ വൈകും വരെ കോഴിക്കോട് തുടരും. ഭീകരവാദ വിഷയത്തിൽ പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ തുടർ നടപടികൾക്ക് 2 ദിവസത്തിനകം രൂപമാകുമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2900 രൂപ, പവൻ 23,200 രൂപ, വെള്ളി ഗ്രാമിന് 51 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC, പ്രസിഡന്റ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.